തലസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി ഇടത് മുന്നണിയിൽ കലാപം. ഒരേ വാർഡിൽ 2 സ്ഥാനാർത്ഥികളെ നിർത്തി CPM-ഉം CPI-യും. തിരുവനന്തപുരം പെരിങ്ങമല പഞ്ചായത്തിലെ 19-ാം വാർഡിലാണ് നേർക്കുനേർ പോരാട്ടം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, ഈ മുന്നണികൾ തമ്മിലുള്ള മത്സരം അതാണ് നമ്മുടെ പതിവ് കാഴ്ച. പക്ഷേ ഇപ്പോൾ CPI-യും CPM-ഉം പരസ്പരം മത്സരിക്കാനുള്ള ഒരുക്കത്തിലാണ്. പറയൂ ദിസ്ന, അവിടെ എങ്ങനെയാണ് പോരാട്ടം കണക്കുന്നത്? തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം തന്നെയാണ് ഈ പെരിങ്ങമല പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതിൽ പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർക്ക് വോട്ട് നൽകും എന്നൊരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ആളുകൾ ഉള്ളത്. കാരണം CPM-നും CPI-ക്കും സ്ഥാനാർത്ഥി ഉണ്ട് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ തിരഞ്ഞെടുപ്പിന്റെ ചൂടും ചൂരും ഒക്കെ ആവേശപരമായി നടക്കുമ്പോൾ ഇവർക്കിടയിലുള്ള പടലപ്പിണക്കത്തിന് യാതൊരു തരത്തിലുള്ള അവസാനവും ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മടത്തറ വാർഡിലാണ് ഇത്തരത്തിൽ 2 സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതിൽ മുൻ ഈ DCC പ്രസിഡന്റ് പാലോട് രവിയുടെ സ്വന്തം തട്ടകത്തിലായിരുന്നു കോൺഗ്രസ് പഞ്ചായത്ത് ഭരണം പിടിച്ചെടുത്തിരുന്നത്. പിന്നീട് പ്രസിഡന്റിന്റെ അടക്കം സ്വന്തം പാളയം CPM പിടിച്ചെടുക്കുകയായിരുന്നു. അതായത് കോൺഗ്രസ് വിമത കക്ഷികൾ ചേർന്ന് ഈ ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. പക്ഷേ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലാണ് ഇത്തരത്തിൽ ഭിന്ന അഭിപ്രായം രൂപപ്പെട്ടിരിക്കുന്നത്. CPM-നും CPI-ക്കും സ്ഥാനാർത്ഥികൾ വേണമെന്നൊരാവശ്യം ഈ സ്ഥാനാർത്ഥികൾ ചർച്ചയിൽ ഒക്കെ ഇരുന്നെങ്കിലും അവർ അതായത് ഒരാൾ നിൽക്കുക എന്നൊരു സമവായത്തിലേക്ക് എത്തിയിരുന്നില്ല എന്നത് തന്നെയാണ് വോട്ടർമാർ ഉൾപ്പെടെ പറയുന്നത്. വലിയ ആശയക്കുഴപ്പത്തിലാണ് ഇവിടുത്തെ വോട്ടർമാർ എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആർക്കാണ് വോട്ട് നൽകുക, എല്ലാം ഒരു പ്രത്യയശാസ്ത്രമല്ലേ എന്ന് തന്നെയാണ് വോട്ടർമാർ ചൂണ്ടിക്കാണ്ടത്. എന്തായാലും ഈ സ്ഥാനാർത്ഥിയുടെ ഒക്കെ തന്നെയും പ്രതികരണങ്ങൾ നമ്മൾ എടുത്തിരുന്നു. അവർ പറയുന്നത് ആരും പരസ്പരം വിട്ടുകൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പിൽ നിന്നത് എന്നൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ മടത്തറയിലെ ആളുകൾ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ആർക്കാണ് വോട്ട് നൽകുക എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തുപറഞ്ഞത്. നമ്മൾ കണ്ടതാണ് PM ശ്രീയിൽ ഉൾപ്പെടെ CPI CPI-യുടെ ഒക്കെ വലിയ വിഭാഗീയത നമ്മൾ കണ്ടതാണ്. അത് ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പിലും പ്രകടമായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഒരു സമവായത്തിലേക്ക് എത്താൻ ഇതുവരെ മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാവുന്നത്. രാഗി, ശരി ദിസ്ന, എന്തായാലും തലസ്ഥാനത്തും സ്ഥിതി വ്യത്യസ്തമല്ല. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി CPI CPM പോര് കടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്.